ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ സ്വന്തം ശബ്ദത്തിൽ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ കോമഡി റീൽസ് കുറേ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നിങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനിയും അത് തുടരെ നൽകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, ഒട്ടുമേ പഠിച്ചിട്ടില്ല. പക്ഷെ പാട്ടിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിപ്പോൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് നമ്മുടെ ആ പാട്ടിന് നമ്മുടെ അത്രയും സംഗീതം നമുക്ക് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിതാണ്. അപ്പം അത്രയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സംഗീതത്തെ. അപ്പോൾ കുറച്ച് പിന്നോട്ട് പോകുമ്പോഴത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ എല്ലാവരും മുമ്പിലൊന്ന് ഇടിച്ച് നിൽക്കുന്നത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അന്നൊക്കെ ഇറങ്ങിയ ആ ഒരു സിനിമയുടെ ടഫായുള്ള ഒരു പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ലിറിക്സ് കാണാതെ പഠിച്ച് വെച്ചിട്ട് അവരെ മുമ്പിൽ ഒറ്റ ശ്വാസത്തിലൊക്കെ ഇങ്ങനെ പാടിയിട്ട് വലിയ ആളായിട്ട് അപ്പോൾ അവർ ഫ്രണ്ട്സിൽ ചോദിക്കും, നിനക്ക് ഇതെങ്ങനെ പറ്റുന്നുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അന്ന് ഞാൻ പാടിയൊരു പാട്ട്, കുറേ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പം അന്നൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ പാട്ട് രാഗം ഈണം ഒന്നും കാണില്ല. ഭയങ്കര ഒരാഗ്രഹം, അതുകൊണ്ടാണ് ഞാനൊന്ന് പാടാമെന്ന് വിചാരിച്ചത്. ഞാൻ ക്ഷമിക്കുക. ഓക്കെ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഈണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി, പാടൂ നാട്ടുമൈനേ കൂടെയാടൂ ചോലമൈനേ, ഒന്ന് പാടൂ നാട്ടുമൈനേ കൂടെയാടൂ ചോലമൈലേ. ഒട്ട് ശരിയായില്ല, എങ്കിലും ഒരാഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ കുറേ പാട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് എൻ്റെ പാട്ട് ഇതുവരെ കേട്ടോണ്ടിരുന്ന എല്ലാവരോടും ഞാൻ ക്ഷമാപണം നടത്തുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. നമുക്ക് ആ ഒരു പ്രോത്സാഹനം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും ഒരു ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ട് നമുക്ക് വരാൻ തോന്നുള്ളൂ, ഏതൊരു കാര്യത്തിനും. അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് എനിക്കത് ഒരുപാട് കിട്ടിത്തുടങ്ങിയപ്പോഴും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത്. ഇനിയും മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.